ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആയിട്ടാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ്? 41ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മുൻപുള്ള ക്വസ്റ്റ്യന് പാർട്ട് 1ഉം പാർട്ട് 2ഉം സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മെയ് 12-നാണ് അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. അടുത്ത ചോദ്യം, പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയ്ക്ക് പറയുന്ന പേരാണ് ഹ്യൂമൻ ഇക്കോളജി. അടുത്ത ചോദ്യം, റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായിട്ടാണ് റാംസർ കൺവെൻഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കേരളത്തിൽ വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഒരിക്കൽ കൂടി, കേരളത്തിൽ വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ്? ആൻസർ ഇടുക്കിയാണ് കേട്ടോ. ആരുടെ ആത്മകഥയാണ് ഹരിതദർശനം? ആരുടെ ആത്മകഥയാണ് ഹരിതദർശനം? ഹരിതദർശനം എന്ന് പറയുന്ന ആത്മകഥ ജോൺ സി ജേക്കബ് എന്ന വ്യക്തിയുടേതാണ് കേട്ടോ. അടുത്ത ചോദ്യം, പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? അഥവാ ആ ഗ്രാമത്തിൻ്റെ പേരാണ് ചോദിച്ചത്. പിപ്പലാന്ത്രി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ അങ്ങനെ ആഘോഷിക്കുന്നത്. അത് രാജസ്ഥാനിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏഴിമല അഥവാ കണ്ണൂർ ജില്ലയിലെ ഏഴിമല എന്ന സ്ഥലത്താണ് കേട്ടോ. അടുത്ത ചോദ്യം, വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? ഉത്തരം അശോക ചക്രവർത്തി. അടുത്ത ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇത് അധിക പേർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. അടുത്ത ചോദ്യം, ഡോക്ടർ സാലിം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡോക്ടർ സാലിം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോയമ്പത്തൂർ. കോയമ്പത്തൂരിലാണ് സാലിം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ഉത്തരം ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹിയിലാണ് കേട്ടോ. ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏത്? ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി അഥവാ തൃശ്ശൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പീച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്?
കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്ട് തടാകം, അഥവാ വയനാട് ജില്ലയിലാണ് കേട്ടോ ഈ പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ഉത്തരം ബാണാസുര സാഗർ ഡാം, അഥവാ ഇതും വയനാട് ജില്ലയിലാണ് കേട്ടോ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരത്തെയാണ് നീല പതാക സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ, ഇതുമായിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം ഏതാണ്? ഉത്തരം പറോട്ടുകോണം മണ്ണ് മ്യൂസിയം, ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28-നാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇതിന് മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതും കൂടെ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.